നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല, ജോലി തിരക്ക് കാരണം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ജന്തർ മന്തറിലെ പാറ്റ വിപ്ലവത്തെ പറ്റി ഒരുപക്ഷെ ഒരു ചാനലും ഇതുവരെ പുറത്തുവിടാത്ത ഒരു വിവരമാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഞാൻ ഒരു കടുത്ത മോദി വിമർശകനായിരുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ശക്തമായിട്ട് ശ്രീ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുള്ള മറ്റൊരാളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോ ജന്തർ മന്തറിലെ അഴിഞ്ഞാട്ട സമരക്കാരെ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അച്ഛനമ്മമാരെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അസഭ്യം പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. വളരെ സഭ്യമായ മാന്യമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ മോദി വിമർശനം രാജ്യദ്രോഹികൾക്ക് സഹായകമാവുന്നു, അതുപോലെ രാജ്യദ്രോഹികൾ അതിൽ നിന്ന് മുതലെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം, ആ നിമിഷം ഞാൻ എന്റെ മോദി വിമർശനം അവസാനിപ്പിച്ചു. പല മോദി വിമർശകർക്കും രാജ്യം കുട്ടിച്ചോറായാലും പ്രശ്നമില്ല, അവർക്ക് പ്രധാനം മോദിയോടുള്ള വിരോധമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ മോദി വിമർശനം അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ഇസ്ലാമിക ഭീകരതയെ തുറന്നു കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് ഞാൻ പറഞ്ഞ അന്ന് തുടങ്ങി നമ്മുടെ ചാനലിനെതിരെയുള്ള ഈ ജിഹാദി ആക്രമണം. ഈ ജിഹാദികൾ വരുന്ന പല വേഷത്തിലാണ് കേട്ടോ, എല്ലാം മതേതര വേഷത്തില. ജിഹാദിയുടെ വേഷത്തിൽ വരില്ല. കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, സുഡാപ്പി, പിന്നെന്താണ് പുരോഗമന, വോക്ക്, ലിബറൽ, ദളിത് വിമോചനം, ഇങ്ങനെ പല പേരുകളിൽ പല വേഷം കെട്ടിയിട്ടാണ് ഇവർ വരുന്നത്. പക്ഷെ ഇവരെല്ലാവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക് മറ പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ ബാംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ കടന്നു വന്ന് ഇവിടെ രാജ്യത്ത് കുറ്റകൃത്യം നടത്തുന്ന ക്രിമിനലുകളായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചു പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം വിരുദ്ധനാവും. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നത് വരെ അതൊരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിമുകൾ പെരുമാറിയിരുന്നത്, മുസ്ലിം ജനസാമാന്യം പെരുമാറിയിരുന്നത് എന്ന വസ്തുതകൾ, വാർത്തകൾ വെച്ച് ഞാൻ കാണിച്ചു. അപ്പോഴേക്കും ഞാൻ വംശീയവാദിയായി. അതുപോലെ ഹമാസിന് വേണ്ടി നിലവിളിക്കുന്ന ഈ കേരളത്തിലെ കുറെ മതേതര, പുരോഗമന, ജനാധിപത്യ, വർഗ, ബഹുജന ഉടായ്പകളുണ്ടല്ലോ, അവരാരും കശ്മീരിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരിക്കലും ശബ്ദിക്കുന്നില്ല. എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? എന്താ, ഹിന്ദുക്കൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ വർഗീയവാദിയായി. അപ്പൊ ഇങ്ങനെ തീവ്രവാദികളായിട്ടുള്ള ഞാൻ സാധാരണ മുസ്ലിമുകളെയോ അവരുടെ വിശ്വാസത്തെയോ ഖുർആനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും തീവ്രവാദികളായിട്ടുള്ള സുഡാപ്പികളെ ജമാഅത്തെ ഇസ്ലാമിയല്ല എതിർ സംസാരിച്ചു കഴിഞ്ഞാൽ ചങ്കു പൊട്ടിപ്പോകുന്ന ഒരു ഒരു തരം മതേതരത്വമാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന. ആ മതേതരന്മാരാണ് ഈ മതേതരന്മാരുടെ വേഷം കെട്ടി വന്നിട്ട് നമ്മുടെ ചാനലിനെ ഇപ്പൊ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ വിധം ജിഹാദി ആക്രമണം തുടരുന്ന നമ്മുടെ ചാനലിന് ഞാനിപ്പോ പറയാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. പണം എനിക്ക് ആവശ്യം, എനിക്ക് ആരുടെ 5 പൈസ വേണ്ട. പക്ഷെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതിനൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴേ നമ്മുടെ ചാനലിന് റീച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ ആക്രമണം മൂലമാണ്. ഇവര് കൂട്ടമായിട്ട് വന്നിട്ട് നമുക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് മൂലം യൂട്യൂബിന്റെ ആൽഗോരിതം പ്രവർത്തിക്കുന്ന ആ രീതിയിലാണ്. കുറെ പേര് നെഗറ്റീവായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് യൂട്യൂബ് ആ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ്, അതായത് കൂട്ടമായിട്ട് ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ ആൽഗോരിതത്തിന്റെ ഡിറക്ഷൻ ഇപ്പോൾ താഴോട്ടാണ്, മാറ്റാനായിട്ട് അപ്പോഴേ നമുക്ക് ചാനലിന് റീച്ച് ആവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഇതുവരെ മതേതര മുഖം മൂടിയിട്ട് ഇന്ത്യയിലെ ഈ ഇസ്ലാമോ ലെഫ്റ്റ് മതേതരന്മാരുണ്ടല്ലോ, മതേതര മുഖം മൂടിയിട്ടിട്ട് വരുള്ളൂ. പക്ഷെ ഈ പറയുന്ന ഒരു വശത്തേക്ക് മാത്രം, മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു തരം പ്രത്യേക ഇസ്ലാമോ ലെഫ്റ്റ് മതേതരത്വം, അങ്ങനെയുള്ള കുതന്ത്രക്കാർക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത സർവ്വ മതേതരന്മാരുടെ തനി സ്വരൂപം മുഖം മൂടി അഴിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ വയ്ക്കും. അത് തുറന്നു കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 4 പേര് കാണണം. അതിനുവേണ്ടി റീച്ച് വേണം, അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കണം. ദയവായി വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. ചാനലിന് റീച്ച് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുന്ന മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അങ്ങ് എത്രയോ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ധ്രുവ് റാഠി വരെ ഇതൊക്കെ പറയാറുണ്ട്. അപ്പം നിസ്സാരനായി എനിക്കും പറയാവുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ഇപ്പോ ഈ പറയുന്ന മതേതരന്മാരെല്ലാം വലിയ അത്യാഘോഷത്തിലാണ് അല്ലെ? നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ചു. പക്ഷെ എന്താണ് ഈ പ്രതിഷേധങ്ങളുടെ പിന്നിൽ നടന്നതെന്നുള്ളതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ തുറന്നു കാണിക്കാം. കേരളത്തിലെ ഒരു മതേതര മാധ്യമവും നിങ്ങളോട് സത്യം പറയില്ല. അതുകൊണ്ടാണല്ലോ കേരളം ഈ രാജ്യദ്രോഹികളുടെ പറുദീസയാണെന്ന് അറിയപ്പെടുന്നു, വടക്കേ ഇന്ത്യയിലെ ആളുകൾ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മൂടി വെച്ച ചില സത്യങ്ങൾ. ഒന്നാമതായിട്ട് ഈ പ്രൊട്ടസ്റ്റിന്
രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെയാണ് സഹായങ്ങൾ വന്നത്. എങ്ങനെയാണ് രാജ്യത്തിനകത്തു നിന്ന് സഹായം വന്നതെന്ന് നോക്കൂ. നീറ്റ് പ്രൊട്ടസ്റ്റ് ആണെന്നാണല്ലോ പറയുന്നത്, അല്ലെ? നീറ്റ് പരീക്ഷ എന്നാണ് പേപ്പർ ലീക്ക് ആയത്? മെയ് 3-ാം തീയതിയാണ് ലീക്ക് ആയത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ, അതിന് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മെയ് 13-നാണ് ആദ്യത്തെ ആഹ്വാനം അരവിന്ദ് കെജ്രിവാളിന്റെ വകയായിട്ട്. നേപ്പാളിലും എല്ലാം നടന്ന ജൻസി സമരത്തിന്റെ മോഡലിലുള്ള സമരങ്ങളാണ്, തെരുവിലെ പ്രക്ഷോഭമാണ്. ജൻസി സമരമാണ് പരിഹാരം. തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതിന് ഞാൻ അന്നും ഇന്നും എല്ലാ കാലത്തും അനുകൂലമാണ്. ഞാൻ ഒരു ജനാധിപത്യവാദിയാണ്. തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടാണല്ലോ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. വീട്ടിലിരുന്ന് ഈ സോഷ്യൽ മീഡിയ കുത്തിമറിച്ചിട്ടാണോ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്? അല്ല. തെരുവിലുള്ള സമരത്തിനെ ഞാൻ എന്നും അനുകൂലിച്ചിട്ടേ ഉള്ളൂ. അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അത് രാജ്യദ്രോഹികളുടെ കാശ് വാങ്ങിച്ചും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചും ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ അധിക്ഷേപിച്ചും ഈ രാജ്യത്തിന്റെ പാർലമെന്റ് തകർക്കും എന്ന് ഭീഷണിപ്പെടുത്തിയും പിന്നെ ഇന്നലെ വരെ എവിടെ അഴിഞ്ഞാടി നടന്ന കുറെ അലവലാദികൾ വന്നിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കൊക്കെ ചിലക്കാനായിട്ട് ഇവനൊക്കെ എന്താണ് അധികാരം, അല്ലെ? ഇവർക്ക് എന്താ യോഗ്യത? ഒന്നുമല്ല. അപ്പൊ ഞാൻ പറയുന്ന ആ രീതിയിലുള്ള അക്രമ സമരത്തെ, ഈ പൊതു മുതൽ നശിപ്പിക്കുന്നതിനെ ഒന്നും ഞാൻ അനുകൂലിക്കില്ല. തെരുവിലിറങ്ങിയുള്ള സമരം സമാധാനപരമായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സമരം ഈ അക്രമ സമരം നടത്തണം എന്ന് കേജ്രിവാളാണ് മെയ് 13-ന് ആഹ്വാനം ചെയ്തത്. അന്ന് എഴുതിയതാണ് ഈ സമരത്തിന്റെ തിരക്കഥ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ച പ്രക്ഷോഭങ്ങളുടെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ സമരത്തിന്റെ തിരക്കഥ കേജ്രിവാളിന്റെ ആഹ്വാനത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ 2 വലിയ കോയിൻസിഡൻസ് നിങ്ങൾക്ക് കാണാം. ഇത് കോയിൻസിഡൻസ് എന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കേട്ടോളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CJP എന്ന് പറയുന്ന പാർട്ടി ആരംഭിച്ചത് എന്നാണെന്നറിയാവോ? മെയ് 16, 2026. അതായത് കേജ്രിവാൾ ഈ അക്രമ സമരത്തിന് ആഹ്വാനം കൊടുത്തതിന് വെറും 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ CJP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത്. രണ്ടാമത്തെ കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞത്, ഈ അഭിജിത് ദിപ്കെ എന്ന് പറയുന്ന ആരാ? പണ്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒപ്പം സഞ്ചിയും പിടിച്ചുകൊണ്ട് നടന്നവനാണോ ഈ അഭിജിത് ദിപ്കെ? അല്ല. 2023 ഇയാൾ അമേരിക്കയിൽ പോകുന്നത് വരെ ഇയാൾ ആരായിരുന്നു? ആം ആദ്മി പാർട്ടിക്കാരനായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. 2020 മുതൽ 2023 വരെ ഇയാൾ ആം ആദ്മി പാർട്ടിയുടെ ഡിജിറ്റൽ തന്ത്രങ്ങൾ മെനയുന്ന ആളായിരുന്നു അഭിജിത് ദിപ്കെ, അല്ലെ? അപ്പോ കേജ്രിവാൾ സമരത്തിന് ആഹ്വാനം ചെയ്ത 5 ദിവസത്തിന് ശേഷം ഈ പാർട്ടി രൂപീകരിക്കുന്നു. പാർട്ടി രൂപീകരിക്കുന്ന ആരാണ്? കേജ്രിവാളിന്റെ തന്നെ വലങ്കയ്യായ ഒരുത്തൻ. അപ്പൊ ഇത് കോയിൻസിഡൻസ് ആയിരുന്നു നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, സോനം വാങ്ചുക്കിനെ കുറിച്ചാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഇരട്ടത്താപ്പ് നിങ്ങൾ കാണാതെ പോരുത്. ഇപ്പം സോനം വാങ്ചുക്കിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ മതേതരന്മാരും സുഡാപ്പികളും അവരെല്ലാം ഇന്നലെ വരെ ഈ വാങ്ചുക്കിന്റെ തന്തയ്ക്ക് വിളിച്ചവരാണ്. കാരണം എന്താ? ഈ വാങ്ചുക്ക് ആർട്ടിക്കിൾ 370 നരേന്ദ്രമോദി പിൻവലിച്ചപ്പോൾ അതിനെ അനുകൂലിച്ച ആളാണ് വാങ്ചുക്ക്. നമുക്കറിയാം, ലഡാക്കിലെ ലേയും ഉണ്ട്, കാർഗിലും ഉണ്ട്. ലേ ബുദ്ധമത ഭൂരിപക്ഷ കേന്ദ്രമാണ്, പ്രദേശമാണ്. കാർഗിൽ എന്ന് പറയുന്ന മുസ്ലിമുകളാണ് ഭൂരിപക്ഷം. ലേയിലെ ഒരു ബുദ്ധമതക്കാരനാണ് ഈ വാങ്ചുക്ക്. പക്ഷേ കാർഗിലെ മുസ്ലിമുകളുടെ ആഗ്രഹം എന്തായിരുന്നു, അല്ലെങ്കിൽ ആവശ്യം എന്തായിരുന്നു? ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് എതിരായിരുന്നു അവര്. അപ്പൊ കാർഗിലിലെ സ്വന്തം സഹോദരങ്ങളായ മുസ്ലിമുകളെ ഒറ്റുകൊടുത്ത നരേന്ദ്രമോദിയുടെ പെട്ടുപിടുത്തക്കാരനാണ് ഈ വാങ്ചുക്ക് എന്ന് അധിക്ഷേപിച്ചവരാണ് ഈ നാട്ടിലെ ഈ മതേതരന്മാരെല്ലാം, അല്ലെ? അതേ വാങ്ചുക്ക് ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയായി. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നിൽക്കട്ടെ, വാങ്ചുക്കിന്റെ പ്രശ്നം എന്താ? ലഡാക്കിന് 6 സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തണം, അവിടെ സംസ്ഥാന പദവി കൊടുക്കണമെന്നുള്ള ഒരു കാലത്തും നടക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് ഈ വാങ്ചുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ലഡാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ലഡാക്ക് ഒരു ബോർഡർ പ്രോവിൻസ് ആണ്. അതായത് പാകിസ്ഥാനും ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഈ ലഡാക്കിന്റെ ഒരു ഭാഗം ഇന്ത്യയുടെ കയ്യിലുള്ളൂ. മറ്റേ വടക്ക് കിഴക്കൻ ലഡാക്ക് അക്സായ് ചിൻ അത് ചൈന കൊണ്ടുപോയി, അല്ലെ? പാകിസ്ഥാന്റെ കയ്യിലുള്ള കശ്മീർ, പാക് ഓക്യുപ്പൈഡ് കശ്മീരിലെ ഗിൽഗിത് ബൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ലഡാക്കിന്റെ നേരെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്നതാ. അങ്ങനെ വളരെയധികം തന്ത്രപ്രധാനമായ നുഴഞ്ഞുകയറ്റക്കാരുടെ ഏറ്റവും വലിയ ഭീഷണി നിലക്കുന്ന പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഭീഷണി നിലനിൽക്കുന്ന ലഡാക്കിനെ എങ്ങനെ ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർ 1999 കടന്നു വന്ന് അവിടെ നടത്തിയ അഭ്യാസം നമ്മൾ കണ്ടതല്ലേ? അപ്പോ ആഭ്യന്തര മന്ത്രാലയത്തെ സംബന്ധിച്ച് ഇവർക്ക് പൂർണ്ണമായ സംസ്ഥാന പദവി കൊടുക്കാനുള്ള ആത്മവിശ്വാസമില്ല. കാരണം സംസ്ഥാനമായി കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ എല്ലാ കൺട്രോളും പോകും. സംസ്ഥാന പോലീസായിരിക്കും പിന്നെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അത് ഇമ്പോസിബിൾ ആയിട്ട് നടക്കാത്ത ഒരു ദിവാസ്വപ്നം മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇനി സോനം വാങ്ചുക്കിന്റെ ഒരു NGO ഉണ്ട്, സെക് മോൾ എന്ന് പറഞ്ഞിട്ട്, സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന് പറഞ്ഞിട്ട്. അതിനുള്ള FCRA ലൈസൻസ് നരേന്ദ്രമോദി സർക്കാർ ക്യാൻസൽ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഇടയിൽ വെച്ച് ക്യാൻസൽ ചെയ്ത, അത് എന്താണ്, റിന്യൂ ചെയ്ത് കൊടുക്കാത്തതല്ല,
ക്യാൻസൽ ചെയ്തതാ. കാരണം ചട്ടവിരുദ്ധമായിട്ടുള്ള ചട്ടലംഘനത്തിന് വേണ്ടിയിട്ട് വാങ്ചുക്കിന്റെ അക്കൗണ്ടിലേക്ക്, ഇന്ത്യയിലെ FCRA അക്കൗണ്ടിലേക്ക് ഇന്ത്യക്കകത്ത് നിന്ന് 3.5 ലക്ഷം രൂപ വന്നു. ഇന്ത്യക്കകത്ത് നിന്ന് നയാ പൈസ FCRA അക്കൗണ്ടിൽ വരാൻ പാടില്ല. കാരണം അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഉള്ള അക്കൗണ്ടാണ്. എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് നിന്ന് പണം അതിനകത്ത് ഇടുക? ചട്ടലംഘനമാണ്. അതുപോലെ തന്നെ ഒരു സ്വീഡിഷ് ഡോണർ, ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി, സ്വീഡനിൽ നിന്നുള്ള ഏതാണ്ട് 5 ലക്ഷം രൂപയോളം ഫോറിൻ ഫണ്ടിങ് അവർക്ക് വന്നു. പറയുന്നത് ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിനെ കുറിച്ച് മൈഗ്രേഷൻ ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണെന്നാണ്. പക്ഷെ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് ഇത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാവുന്ന ചില കാര്യങ്ങൾ, ചില പ്രോജക്റ്റ് ആയിരുന്നു ഇവരെന്നുള്ളതാണ്. എനിക്കറിയില്ല, എന്തായാലും സർക്കാർ പറയുന്നതേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സോനം വാങ്ചുക് എന്ന് പറയുന്നത്. മൂന്നാമത് ഇതിനകത്തെ പ്രധാന വില്ലൻ ആം ആദ്മി പാർട്ടിയിലെ കേജ്രിവാളിനെ കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്ക് 2011 അണ്ണാ ഹസാരയുടെ പ്രക്ഷോഭം ഓർമ്മയുണ്ടാവുമല്ലോ. അഴിമതി വിരുദ്ധ സമരമായിരുന്നു അല്ലെ? ആരാണ് അതിൽ നേട്ടമുണ്ടാക്കിയത്? 2012 വരെ ഒന്നുമല്ലായിരുന്ന കേജ്രിവാൾ അതുവരെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ, ഈ വിവരാവകാശ പ്രവർത്തകനൊക്കെ ആയിട്ട് കറപ്ഷൻ വിരുദ്ധ കുറെ പ്രസംഗങ്ങളൊക്കെ നടത്തി എന്നുള്ളതേ ഉള്ളൂ അരവിന്ദ് കേജ്രിവാൾ. അതുവരെ കേരളത്തിലൊന്നും ആ മനുഷ്യനെ ആരും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ആള് 2012 എങ്ങനെ സ്റ്റാറായി? ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നു. അത് തന്നെ വഞ്ചിച്ചിട്ടാണെന്ന് ഈ അണ്ണാ ഹസാരെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ കേജ്രിവാൾ തന്നെ സ്വന്തം രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുകയായിരുന്നു, അത് വഞ്ചനയാണ്, പിന്നിൽ നൂത്തിയെന്നൊക്കെ അന്ന് അണ്ണാ ഹസാരെ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, 2012 ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നു, 2013 ഡൽഹി മുഖ്യമന്ത്രിയാവുന്നു. എങ്ങനെയാണ്? അതും ഇരട്ടത്താപ്പാണ്. ഈ മതേതരന്മാരുടെ ഇരട്ടത്താപ്പ് നോക്കൂ. ആർക്കെതിരെയാണ് അണ്ണാ ഹസാരെയും ആം ആദ്മി പാർട്ടിയും കൂടെ അരവിന്ദ് കേജ്രിവാളും കൂടെ സമരം ചെയ്തത്? കോൺഗ്രസിനെതിരെയാണല്ലോ. അതേ കോൺഗ്രസ്, ഏത് കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിക്ക് എതിരെയാണോ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഏത് കോൺഗ്രസ് സർക്കാരിനെതിരെയാണോ അതുവരെ സമരം ചെയ്തത്, അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയെ താഴെ ഇറക്കിയിട്ട് 2013 ഡൽഹിയിൽ അധികാരം പിടിച്ചിട്ട് അതേ കോൺഗ്രസിന്റെ പിന്തുണയോടെ അവർ സർക്കാർ ഉണ്ടാക്കുന്നു. ഇതാണ് ഇവന്റെയൊക്കെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ആത്മാർത്ഥത. കേജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ആത്മാർത്ഥത ഞാൻ പറയുന്നത് അല്ലെ? ഇത് കഴിഞ്ഞിട്ട് അധികാരം പിടിച്ച് ഏതാണ്ട് 19 ദിവസമേ ആ സർക്കാർ പോയുള്ളൂ. അതിനുശേഷം രാഷ്ട്രപതി ഭരണം വരുന്നു. പിന്നീട് 2015 ഡൽഹിയിൽ അസംബ്ലി ഇലക്ഷൻ വരുന്നു. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടായിരുന്നുകൊണ്ട് 70 സീറ്റിൽ 67 സീറ്റും തൂത്തുപെറുക്കിയെടുത്ത് ഈ കേജ്രിവാള്, നിസ്വാർത്ഥ സേവകനായ കേജ്രിവാള് ഡൽഹി മുഖ്യമന്ത്രിയാവുന്നു അല്ലെ? ഈ അണ്ണാ ഹസാരെ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊയ്തെടുത്തത് ഈ അരവിന്ദ് കേജ്രിവാൾ ആണ്. ഇക്കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോഴേ ഈ കഥയിലെ നായകൻ അല്ലെങ്കിൽ പ്രതിനായകൻ കേജ്രിവാൾ ഏത് രീതിയിലാണ് ഈ ഡൽഹിയിലെ പാറ്റ സമരത്തെയും രാജ്യവിരുദ്ധതയ്ക്ക് സ്വന്തം അധികാരം ഉറപ്പിക്കാൻ വേണ്ടി വിനിയോഗിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഡൽഹിയിലെ പത്രപ്രവർത്തകര്, മാധ്യമപ്രവർത്തകര് പറയുന്നത് സോനം വാങ്ചുക്ക് ഈ ജൂലൈ 14 തീയതി അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഇരുന്നതാണെന്നാണ്. അങ്ങനെ ഇരുന്ന കേജ്രിവാള് സോനം വാങ്ചുക്കിനോട് നിരാഹാര സമരം പിൻവലിക്കരുതെന്ന് പറയുന്നു. ഞാൻ ഉടനെ തന്നെ എത്തുന്നുണ്ട്. അന്ന് മൂപ്പര് പഞ്ചാബിലാണ്, ഉടനെ തന്നെ വരുന്നു എന്ന് പറഞ്ഞു. ജൂലൈ 16 തീയതി കേജ്രിവാൾ ഡൽഹിയിൽ, ഞാൻ ഈ പറയുന്ന തീയതികൾ നിങ്ങൾ കുറിച്ചു വെച്ചിട്ട് മാധ്യമങ്ങളിൽ നോക്കിക്കോളൂ, ഞാൻ പറയുന്ന അല്ല, സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ജൂലൈ 16 തീയതി കേജ്രിവാൾ ഡൽഹിയിൽ വരുന്നു. അവിടെ ചെന്ന് വാങ്ചുക്കിനെ കാണുന്നു. അദ്ദേഹം സമരം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നില്ല. പിന്നീടാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അല്ലെ? ആദ്യത്തെ ദിവസം ജൂലൈ 16 തീയതി സമരം പിൻവലിക്കാൻ സോനം വാങ്ചുക്കിനോട് ഇദ്ദേഹം കേജ്രിവാൾ ആവശ്യപ്പെടുന്നില്ല. അതിനുശേഷം ജൂലൈ 16, 17, 18 ദിവസങ്ങളിലായിട്ട് ഈ നമ്മുടെ നാട്ടിലെ കുറെ സിനിമാക്കാരുണ്ടല്ലോ, പുതിയ ജനാധിപത്യം തലയ്ക്ക് പിടിച്ച കുറെ ആളുകൾ, ഇവന്റെയൊക്കെ സംഭാവന എന്താ? കുറെ സിനിമയിൽ അഭിനയിച്ച് കുറെ കാശുണ്ടാക്കി സ്വന്തം കീശയിലാക്കി, ഇത്രയേ ഉള്ളൂ. പ്രകാശ് രാജ്, ഷബാന ആസ്മി ഇവരെല്ലാം വരുന്നു. നിരാഹാരം അവസാനിപ്പിക്കരുത്, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിക്കാൻ എന്ന സോനം വാങ്ചുക്കിനെ കൊണ്ട് അത് പിൻവലിപ്പിക്കുന്നു. ജൂലൈ 18 ആവുന്നു. സോനം വാങ്ചുക്കിനെതിരെ കല്ലേറ് നടക്കുന്നു. ഞാൻ നുണ പറയുന്നതല്ല, ഈ അഭിഷേക് ദീപ്കയുടെ തന്നെ പ്രസ്താവന നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാം. സോനം വാങ്ചുക്കിനെതിരെ കല്ലേറുണ്ടായിരുന്നു. ആരാ കല്ലെറിഞ്ഞ്? അതുവരെ ഇടപെടാതിരുന്ന പോലീസ് നാടകീയമായിട്ട് ആ സമയത്ത് ഇടപെടാനുള്ള കാരണം ഈ സോനം വാങ്ചുക്കിനെതിരെയുള്ള ആക്രമണമാണ്. അങ്ങനെ സോനം വാങ്ചുക്കിനെ ജൂലൈ 18 അതിനാടകീയമായിട്ട് പോലീസ്, അതുവരെ കൈകിട്ടിരിക്കുമായിരുന്നു ഡൽഹി പോലീസ് നാടകീയമായിട്ട് സോനം വാങ്ചുക്കിനെ ബലമായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. കാരണം അമിത്ഷാക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. സോനം വാങ്ചുക്കിനെ വധിക്കാനുള്ള പദ്ധതി അവിടെ നടപ്പിൽ വരുത്താനുള്ള ശ്രമമായിരുന്നു. സോനം വാങ്ചുക്കിനെ ഈ കല്ലേറെല്ലാം നടന്നു കഴിയുമ്പോൾ പരിഭ്രാന്തി ഉണ്ടാവും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഓടും, ഇങ്ങേരെ ചവിട്ടി അരയ്ക്കും. അങ്ങനെ പോലീസ് ആക്രമണത്തിൽ വാങ്ചുക്ക് കൊല്ലപ്പെട്ടു എന്ന ഈ ലെഫ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റം കഥയുണ്ടാക്കും. സോഷ്യൽ മീഡിയയിൽ അതിനുവേണ്ടി ടൂൾ കിറ്റ് റെഡി ആയിരുന്നു. ഇത് മനത്തറിഞ്ഞ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതോടെയാണ് അമിത്ഷാ പോലീസിനെ ഇറക്കിയത്. ഇനി കഴിഞ്ഞില്ല, ജൂലൈ 19 നിങ്ങൾ നോക്കിയോ,
പോലീസ് അങ്ങനെ എല്ലാവരും അടിച്ചൊതുക്കി ആളുകളെ ഡീറ്റെയിൻ ചെയ്തു. കാരണം ലോക്സഭ, അടുത്ത കാരണം ഇതാണ്, ലോക്സഭയിലെ മൺസൂൺ സെഷൻ ആരംഭിക്കുന്നു. ആ സമയത്താണ് പാർലമെന്റ് ആക്രമണത്തിനുള്ള ഇവരുടെ പദ്ധതി നടത്താനായിരുന്നത്. ഇത് ടെസ്റ്റ് ഡോസ് ഇവർ കൃത്യമായിട്ട് ഈ ജൻസി ശ്രീലങ്കയിലും നേപ്പാളിലും ബാംഗ്ലാദേശിലും എല്ലാം പാർലമെന്റ് ആക്രമിക്കുകയാണ് ചെയ്തത് സർക്കാരിനെ താഴെ ഇറക്കാൻ. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കില്ല. ഏതായാലും ഈ പാർലമെന്റ് ആക്രമണം, മോദിയും അമിത്ഷായും പാർലമെന്റിലുള്ള സമയത്ത് ആക്രമണം നടക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ആയിരക്കണക്കിന്, അതായത് 3000-ഓളം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ തയ്യാറാക്കി നിർത്തിയത്. അതിന് മുന്നോടിയായിട്ടാണ് പോലീസ് എല്ലാവരെയും ജന്തർ മന്ദറിൽ നിന്ന് തല്ലി ഓടിച്ചത്. ഏതാണ്ട് 100 കണക്കിന് ആളുകളെ ഡീറ്റെയിൻ ചെയ്തു. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ പാർലമെന്റ് നശിപ്പിക്കും, ഞങ്ങള് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് നശിപ്പിക്കുന്ന ആവേശത്തിൽ വിളിച്ചു കൂവിയ ഒരു വീഡിയോ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുമായിട്ട് ചേർത്ത് വെക്കേണ്ട കാര്യം. ഇവരുടെ ആ ചെറുപ്പക്കാരൻ സത്യസന്ധനാണ്, അല്ലാതെ കേജ്രിവാൾ പറയുന്ന പോലെ ഒന്നുമല്ല. അയാൾ പറഞ്ഞ അയാളുടെ ഉദ്ദേശമായിരുന്നു ജൂലൈ 20-ാം തീയതി പാർലമെന്റ് ആക്രമണത്തിന് നരേന്ദ്രമോദി അമിത്ഷായും എല്ലാം ഉള്ളിലുള്ള സമയത്ത് ആക്രമിക്കാനുള്ള പരിപാടി ഇവർക്കുണ്ടായിരുന്നു. അതാണ്. ഇനി കേജ്രിവാളിന്റെ അടുത്ത നീക്കം നോക്കൂ. എങ്ങനെയാണ് ഈ സമരത്തെ ഇദ്ദേഹം സമരത്തെ എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ സമരത്തെ ഇവർ പിന്തുണച്ചത്. നീറ്റ് പരീക്ഷയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നീറ്റ് പരീക്ഷയ്ക്കെതിരായ സമരം അല്ലായിരുന്നു. 60-70 വയസ്സായ അപ്പൂപ്പന്മാരാണോ അവിടെ വന്നിട്ട് നീറ്റ് പരീക്ഷ എഴുതിയത്? നിക്കട്ടെ, ജൂലൈ 21-ന് എന്താ സംഭവിച്ചത്? കേജ്രിവാൾ ഡൽഹിയിലെ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച ഏതാണ്ട് 100-നടുത്ത ആളുകളെ, അക്രമികളെ, ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച ആ അക്രമികളെ എല്ലാം പൊതുമുതൽ നശിപ്പിച്ചവരെ ബലമായിട്ട് പുറത്തിറക്കുന്നു. എന്നിട്ട് ആം ആദ്മി പാർട്ടിയുടെ ലീഗൽ സെല്ല് ഇവർക്ക് വേണ്ട, കാണാതായ കുറെ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിക്കുന്നു, ഇവർക്ക് വേണ്ടി നിയമസഹായം കൊടുക്കുന്നു, മെഡിക്കൽ ആൻഡ് ലീഗൽ എയ്ഡ് എല്ലാം കൊടുക്കുന്നു. കേജ്രിവാളിന് എന്താണ് താല്പര്യം? കാരണം അഭിജിത് ദിക്കെ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പും ആം ആദ്മി ആയിരുന്നു, തിരിച്ചു വന്നതിന് ശേഷം ആം ആദ്മി തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമല്ല, കേജ്രിവാളിന്റെ ഭാഷയും ബോഡി ലാംഗ്വേജും എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു സീനിയർ രാഷ്ട്രീയ നേതാവിന്റെ ഒരു പക്വതയുള്ള നേതാവാണ് കേജ്രിവാൾ. രാഹുൽ ഗാന്ധിയെക്കാളൊക്കെ എത്രയോ പക്വതയുള്ള നേതാവാണ് കേജ്രിവാൾ. പക്ഷേ ഒരു സീനിയർ രാഷ്ട്രീയ നേതാവിന്റെ, ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ നേതാവിന്റെ ബോഡി ലാംഗ്വേജോ ഭാഷയോ ആയിരുന്നില്ല കേജ്രിവാളിന്. ഉദാഹരണം, ഇതിന്റെ ഈ സമരത്തിന്റെ ഓർഗനൈസർ ഇദ്ദേഹമായിരുന്നു. വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത്. രാജ്യം തന്റെ അച്ഛന്റെ വകയല്ല എന്നാണ് ഈ കേജ്രിവാൾ വളരെ ആജിറ്റേറ്റഡ്, വളരെ ഫ്രാന്റിക് ആയിട്ടാണ് നരേന്ദ്രമോദിയോട് പറയുന്നത്. ഇതിനു മുമ്പ് കേജ്രിവാൾ നോട്ട് നിരോധിച്ചപ്പോൾ ഈ രീതി പറഞ്ഞിട്ടില്ല, അല്ലെ? അപ്പോ എങ്ങനെയൊക്കെയോ പദ്ധതി ഇട്ടിട്ട്, എന്തൊക്കെയോ പദ്ധതി ഇട്ട് അത് നടക്കാതെ വന്നപ്പോൾ ഉള്ള പരിഭ്രാന്തി, നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയുടെ ജൽപ്പനങ്ങൾ പോലെ രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലേക്ക് കേജ്രിവാൾ അധപതിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ ഇഫക്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. 100 കണക്കിന് വീഡിയോസ് നിങ്ങൾ കണ്ടതാണ്. നരേന്ദ്രമോദിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ അമ്മയെ അസഭ്യം പറയുന്നു, അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കുട്ടികൾക്ക് നീറ്റ് പാസ്സാണെങ്കിൽ വീട്ടിലെ പെൺകുട്ടികളെ നരേന്ദ്രമോദിക്ക് കാഴ്ചവെക്കണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടികൾക്ക് ധൈര്യം എവിടുന്ന് വന്നു? കേജ്രിവാളിന്റെ നേരത്തെ പറഞ്ഞ വെല്ലുവിളി, നിങ്ങൾ ഇറങ്ങിക്കോട്ടെ മക്കളെ, ഞാൻ നോക്കിക്കോളാം, എന്റെ പാർട്ടിയുടെ ലീഗൽ ആൻഡ് മെഡിക്കൽ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ രീതിയിലുള്ള ആക്രോശം. അപ്പം നരേന്ദ്രമോദിയുടെ അച്ഛനെയും അമ്മയെ അധിക്ഷേപിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം തന്നെ പറഞ്ഞാണ് നരേന്ദ്രമോദിയുടെ അച്ഛന്റെ വകയല്ല ഈ രാജ്യം എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു നേതാവ് മുന്നിൽ നിന്ന് അഴിഞ്ഞാടുമ്പോ അണികള് പാറ്റകൾ അഴിഞ്ഞാടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോ കേജ്രിവാളായിരുന്നു ഈ പ്രൊട്ടസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ സമരത്തിന്റെ പിന്നിൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പൊ കേജ്രിവാളിന്റെ പിന്നിൽ ആരായിരുന്നു? ഫോറിൻ ഫണ്ടിങ്. ഞാൻ റീസണബിൾ ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഗുജറാത്ത് കലാപം ഇന്നും കത്തിച്ചു നിർത്തുന്ന ഒരാളുണ്ട്. ആ ആള് തന്നെയാണ് ഈ ഗോധ്രയെ തമസ്കരിച്ച് ഗുജറാത്തിനെ മലയാളികളുടെ ഇടയിൽ സ്ഥിരമായിട്ട് കത്തിച്ചിരുന്നത്. ആളുടെ പേരാണ് തീസ്ത സെറ്റിൽവാൾ. ഞാൻ ഇതിനു മുമ്പ് തീസ്ത സെറ്റിൽവാൾ സംസാരിച്ചോളുള്ളൂ അല്ല, പക്ഷേ ഈ തീസ്ത സെറ്റിൽവാളിന്റെ സബ്രങ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു NGO ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരുടെ സഹായത്തോടു കൂടി? അതെല്ലാം പുറത്തു വന്ന ഫോർഡ് ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടിയാണ്. അവിടെ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഗുജറാത്ത് സർക്കാർ കണ്ടെത്തിയവരാണ് ഞാൻ പറയുന്നത്. സാമുദായിക സൗഹാർദ്ദം, കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള NGO അതിനുവേണ്ടി സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി പണം വാങ്ങിയിട്ട് സാമൂഹിക വിദ്വേഷം, കമ്മ്യൂണൽ ഹേറ്റ്രഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പൊ നരേന്ദ്രമോദി സർക്കാർ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ തീസ്ത സെറ്റിൽവാളിന്റെ ഈ സബ്രങ് ഇന്ത്യ എന്ന് പറയുന്ന NGOയെ സെക്യൂരിറ്റി വാച്ച് ലിസ്റ്റിലിട്ടു. ഇതേ ഫോർഡ് ഫൗണ്ടേഷൻ ഈ തീസ്ത സെറ്റിൽവാദിനെ ഈ ഗുജറാത്ത് കലാപം കത്തിക്കാനായിട്ട് ഫണ്ട് ചെയ്ത ഫോർഡ് ഫൗണ്ടേഷൻ, അവരുമായിട്ട് കേജ്രിവാളിന്റെ ബന്ധം എന്താണെന്ന് നിങ്ങൾ വെറുതെ ഗൂഗിളിനോട് ചോദിക്കും.
ഞാൻ നുണ പറയുന്നതല്ല, തെളിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 2011 മുമ്പ് വരെ കേജ്രിവാളിന്റെ, ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതുവരെ എനിക്ക് ഉറപ്പായിട്ട് അറിയാം, കേജ്രിവാളിന് ഒരു NGO ഉണ്ടായിരുന്നു കബീർ എന്നുള്ള പേരിൽ. അതിന് ഫണ്ടിങ് കൊടുത്തിരുന്ന ആരാ? ഈ ഫോർഡ് ഫൗണ്ടേഷൻ ആണ്. ഫോർഡ് ഫൗണ്ടേഷൻ ആണ് കേജ്രിവാളിന്റെ കബീർ എന്ന് പറയുന്ന NGOക്ക് ഫണ്ടിങ് കൊടുത്തിരുന്നത്. തീർന്നിട്ടില്ല. ഗുർപന്ത് വന്ത് സിംഗ് പന്നു, ഇവന്റെയൊക്കെ പേര് പറയണമെങ്കിൽ, ഗുർപന്ത് വന്ത് സിംഗ് പന്നു എന്ന് പറയുന്ന ഒരു പന്നനുണ്ട്. ആരാ? ഈ അമേരിക്കയിൽ ഇരുന്ന് 6 for Justice എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കി ഈ രാജ്യത്ത് ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. ഈ ഖാലിസ്ഥാൻ തീവ്രവാദിയുടെ സുഹൃത്തുക്കളുമായിട്ട് 2014 ന്യൂയോർക്കിൽ വെച്ച് കേജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഇതും നോക്കൂ. ഗൂഗിളിനോട്, ഇപ്പൊ എല്ലാവരും ഗൂഗിളിനോട് ചോദിക്കുക, ജെമിനായിയോട് ചോദിക്കൂ, അല്ലെങ്കിൽ മെറ്റയോട് ചോദിക്കൂ. 2014 ന്യൂയോർക്കിൽ വെച്ച് കേജ്രിവാൾ ഖാലിസ്ഥാനി തീവ്രവാദികളെ കണ്ടിരുന്നോ? ബിനോദ് നായർ പറയും, നിങ്ങൾ വിശ്വസിക്കണ്ട. ആ മീറ്റിംഗിൽ വെച്ച് കേജ്രിവാൾ ഒരു പ്രോമിസ്, ഒരു വാക്ക് കൊടുത്തിരുന്നു ഈ തീവ്രവാദികൾക്ക്. കാരണം 2012 ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കുന്ന പുതിയ പാർട്ടിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിക്ക് പണം കൊടുത്ത് സഹായിച്ചാൽ ദേവിന്ദർ പാൽ സിംഗ് ഭുള്ളർ എന്ന് പറയുന്ന ഒരു കൊടും തീവ്രവാദി, ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് 1993 ഡൽഹി ബോംബ് ബ്ലാസ്റ്റിലെ പ്രതിയായിട്ട് അകത്ത് കിടപ്പുണ്ട്. അയാളെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കാം എന്ന് ഡൽഹി മുഖ്യമന്ത്രിയാകാൻ 2013 ഡൽഹിയിലെ സർക്കാർ ഉണ്ടാക്കി, അത് പൊളിഞ്ഞുപോയി. 2015 വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ 2015 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടിക്ക് നിങ്ങൾ ഫണ്ട് ചെയ്താൽ നിങ്ങളുടെ ആളായ ദേവിന്ദർ പാൽ സിംഗ് ഭുള്ളറിനെ ഞാൻ പുറത്തിറക്കാം ഡൽഹി മുഖ്യമന്ത്രി ആവുമ്പോൾ എന്നാണ് കേജ്രിവാൾ വാക്ക് കൊടുത്തിരുന്നത് എന്ന് ഇന്ന് പുറത്തു വന്നതാണ്. ചർച്ച ചെയ്ത സംഭവമാണ്. പന്നു തന്നെ, ഈ നേതാവായ 6 for Justice നേതാവായ ഇന്ത്യ വിരുദ്ധനായ പന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ആളുകളുമായി ചർച്ച നടത്തി ഇങ്ങനെ കേജ്രിവാള് അവർക്ക് വാഗ്ദാനം കൊടുത്തിരുന്നു. 2014 2022 ഇടയിൽ ആം ആദ്മി പാർട്ടി തങ്ങളുടെ കയ്യിൽ നിന്ന് $16 മില്യൺ വാങ്ങി എന്നും പന്നു പറഞ്ഞിട്ടുള്ള. പന്നു ഏതായാലും നരേന്ദ്രമോദിയുടെ ആളല്ല കേജ്രിവാളിനെ തള്ളി പറയാനായിട്ട്. സത്യമാണ്. അപ്പൊ പിന്നെ ഇയാൾക്ക് കേജ്രിവാളിനെ പറ്റി നുണ പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ പന്നു തന്നെയാണ് ഇപ്പോ ഈ കോക്രോച്ച് പ്രൊട്ടസ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ചതും. കോക്രോച്ച് പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ പന്നു പറഞ്ഞ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ, അദ്ദേഹം എന്ന് പറയാം, അയാൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. CJPയുടെ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുമായി താൻ സൂമിൽ മീറ്റ് ചെയ്തു, സൂം മീറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞ് പന്നു ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. നിങ്ങൾ കണ്ടുകാണുമല്ലോ. അതില് അദ്ദേഹം പറയുന്ന കാര്യം $1 മില്യൺ താൻ കൊടുത്തെന്നാണെന്ന് തോന്നുന്നില്ല, ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിൽ ഇന്ത്യയിലെ ഭരണത്തെ, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി, ഇന്ത്യ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി $1 മില്യൺ താൻ ഓഫർ ചെയ്തെന്ന് ഈ പന്നു പറയുന്നു. ആ പന്നുവിന്റെ കയ്യിൽ $16 മില്യൺ വിഴുങ്ങി എന്ന് കേജ്രിവാൾ വിഴുങ്ങി എന്ന് പറയുന്നത് ഈ പന്നു തന്നെയാണ്. അങ്ങനെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി സിഖ് ഖാലിസ്ഥാനി തീവ്രവാദികളുടെ പണം വിഴുങ്ങി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ കേജ്രിവാളാണ് നമ്മുടെ പുതിയ നാട്ടിലെ സുഡാപ്പികളുടെയൊക്കെ ജനാധിപത്യ നേതാവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ $1 മില്യൺ പന്നു CJPക്ക് സമരത്തിന് വേണ്ടി, പാർട്ടികളുടെ സമരത്തിന് വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു, ഓഫർ ചെയ്തെന്ന് പറയുന്നു. അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സർക്കാരുമായിട്ട്, മോദി സർക്കാരുമായിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് പോകരുത്, നിങ്ങൾ ഓഗസ്റ്റ് 15 വരെ സമരം തുടരണം എന്ന് ഖാലിസ്ഥാനി തീവ്രവാദികളുമായിട്ട് ഈ CJPക്ക് രഹസ്യ ധാരണ ഉണ്ടായിരുന്നു. പറയുന്ന ആരാ? പരസ്യമാക്കിയത് പന്നു തന്നെയാണ്. അപ്പൊ നരേന്ദ്രമോദി ഇതിനു മുമ്പ് ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ച് ഈ സമരം എല്ലാം പിരിച്ചുവിട്ട, പാർട്ടികളെ പിരിച്ചുവിട്ട നരേന്ദ്രമോദി ജയിക്കുകയാണോ തോൽക്കുകയാണോ? ഇത് നരേന്ദ്രമോദി തോറ്റിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന് വേണ്ടിയാണ്. ഓഗസ്റ്റ് 15 വരെ, ഓഗസ്റ്റ് 15 പ്രത്യേകം നിങ്ങൾക്കറിയാമല്ലോ, ഓഗസ്റ്റ് 15 വരെ ഈ സമരം അവസാനിപ്പിക്കരുത്, സമരം എങ്ങനെയും തുറന്നുകൊണ്ട് പോകണം എന്ന് ഈ CJPയുമായിട്ട് പന്നു നടത്തിയ ഈ രഹസ്യധാരണ, അതും ഇന്ത്യയുടെ ഇന്റലിജൻസ് അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് പന്നു പുറത്തു വിട്ടു, അല്ലെ? അപ്പൊ ലക്ഷ്യം നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കലക്കുക. ഓർമ്മയുണ്ടല്ലോ, മുൻപ് റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു ഇവരുടെ ഒരു കലാപരിപാടി. അവിടെ റെഡ് ഫോർട്ടിന് മുകളിൽ കയറി കൊടി വലിച്ചു പറിച്ച് കീറിയതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് അവന്റെ കൊടി അവിടെ കെട്ടുകയൊക്കെ. അപ്പൊ ഇതാണ് ഇവരുടെ ഇതേ സെയിം മോഡസ് ഓപ്പറേൻഡിയാണ് ഇവിടെയും നടത്തിയത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി. ഇനി കേജ്രിവാളിന്റെ അടുത്ത മൂവ് നിങ്ങൾ നോക്കിയോ, മൂപ്പര് പല BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സാറ്റലൈറ്റ് പ്രൊട്ടസ്റ്റ് നടത്താനൊക്കെ ആയിരുന്നു. പക്ഷെ അതിനു മുമ്പാണ് മഹാരാഷ്ട്രയിലൊക്കെ പോയി അവിടെ പ്രൊട്ടസ്റ്റിന് തുടക്കം കുറിച്ചാണ് ബീഹാറിൽ പോകാൻ നോക്കി. യോഗി UPയിൽ ചെയ്യാൻ നോക്കി. യോഗി എല്ലാത്തിനും അടിച്ചോടിച്ച് എല്ലാത്തിനും വീടും ബുൾഡോസ് ചെയ്ത് കളഞ്ഞു. അതോടെ അവിടെ സമരമില്ല. എന്താ നീറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതിയ ഉത്തർപ്രദേശിലായിരിക്കും. എന്താ അവിടെ സമരം ചെയ്യാൻ പോകാത്തത്? യോഗി എല്ലാത്തിനെയും നേരിട്ടു. അവിടെ
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇനി കേന്ദ്ര സർക്കാരിന്റെ സമരം കേന്ദ്രത്തിൽ പോയി ചെയ്താൽ മതി, യു പിയിൽ നടത്തണ്ടെന്ന് പറഞ്ഞു. ഒരു ജനാധിപത്യവാദിയും ഒരു ചുടാപ്പി അവിടെ കണ്ടില്ല, എല്ലാം ഓടി യോഗിയുടെ സംസ്ഥാനത്ത്. അവിടെ നിൽക്കട്ടെ. ഇനി ഇതിൽ കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഇപ്പൊ ഈ തലതെറിച്ച ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ അടിച്ച് നടക്കുന്ന കുറെ തലതെറിച്ച കുറെ പാറ്റകളുണ്ട്. അവർക്ക് കേരളത്തിൽ ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്ന സുഡാപ്പികളുണ്ടല്ലോ. അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് ഇവര്. കോൺഗ്രസിന് വേണ്ടി ഇടയ്ക്ക് ഖദറിട്ട് വരും, ഇടയ്ക്ക് തൊപ്പി വെച്ച് വരും, തൊപ്പി വയ്ക്കാതെ വരും, എല്ലാം നിൽക്കട്ടെ. ഇവർക്ക് എങ്ങനെയും മോദിയെ താഴെ ഇറക്കണം എന്ന് ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. ബസ് നാം രഹേഗ അള്ളാഹ്, അള്ളാഹുവിന്റെ പേരാണ് എന്നും നിലനിൽക്കുക എന്നുള്ളതാണ് നീറ്റ് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം. ഇത് എവിടെയാണ്? അപ്പൊ ഞാൻ പറയുന്നത് ഇസ്ലാമോ ലെഫ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ അട്ടിമറി സംഘം, അവരുടെ ആളുകൾ കേരളത്തിൽ നിരവധി ഉണ്ടെന്ന് നമുക്കറിയാം. ഇവരുടെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പ് അത് ഞാൻ നിങ്ങളോട് പറയാം. രാഹുൽ ഇപ്പൊ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ സമാധാനപരമായ സമരത്തെ അടിച്ചമർത്തി എന്നാണ്. രാഹുൽ ഗാന്ധി അതിനിടയ്ക്ക് അടിച്ചമർത്തിയ സമയത്തും പറഞ്ഞു, അതിനുശേഷവും പറഞ്ഞു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്നൊക്കെയാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോ അന്നാ ഹസാരെ സമരം, അന്നാ ഹസാരയുടെ ഈ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരം വന്നപ്പോ ഇതേ രാഹുലാണ് പറഞ്ഞ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അന്നാ ഹസാരെ എന്ന്. അപ്പൊ ആ രാഹുലിന് ഇപ്പൊ ഇത് പറയാനായിട്ട് എന്താണ്? ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴത്തെ സമരങ്ങളെ നേരിടുമ്പോൾ എന്താണ് രാഹുലിന് അത് പറയാനായിട്ടുള്ള ധാർമ്മികത എന്താണ്? വെറും തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോൺഗ്രസിന്റെ സമയത്ത് എത്രയോ പരീക്ഷകൾ, എത്രയോ പേപ്പർ ലീക്കായി. എന്നിട്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ? നരേന്ദ്രമോദി പരിഹരിക്കുന്നല്ലോ. അത് അടുത്ത വർഷം മുതൽ നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകളെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോവാ. കോൺഗ്രസ് കുറെ നാൾ ഭരിച്ചല്ലോ, മൻമോഹൻ സിംഗ് 10 വർഷം ഭരിച്ചല്ലോ. എത്രയോ പരീക്ഷകൾ, നീറ്റ് മാത്രമല്ല ഉള്ള പരീക്ഷ മുഴുവൻ ലീക്കായി. എന്നിട്ട് ഇവരെന്തെങ്കിലും ചെയ്തോ? അപ്പൊ ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധത മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന കോൺഗ്രസിനെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ ദേശസ്നേഹികൾ എന്ന് പറയുന്ന മതേതരന്മാർ നടക്കുന്നത്. ഇനി ഒരു വലിയൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നരേന്ദ്രമോദി അമിത്ഷായും അനങ്ങാതിരുന്നു? കുറെ നാൾ സമരം നടന്നല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർലമെന്റ് ജൂലൈ 19 ആരംഭിക്കുമ്പോൾ എന്ത് വിഷയമാണ് ഈ പ്രതിപക്ഷം ഒറ്റയ്ക്കെടുത്ത് വീശാൻ തുടങ്ങി? കോക്രോച്ച് സമരം വരുന്നതിന് മുമ്പ്, നീറ്റ് സമരം വരുന്നതിന് മുമ്പ് വരെ പാർലമെന്റ് തുടങ്ങാൻ കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയും കിങ്കരന്മാരും എന്തിനാ? അയോധ്യയിൽ പണം കെട്ടു എന്ന് പറഞ്ഞിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള ആ പ്രശ്നം വെച്ചിട്ട് ഹിന്ദുക്കളെ മോദിക്കെതിരെ തിരിക്കാനൊക്കെയുള്ള കുതന്ത്രം അത് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുമായിരുന്നു ഇവര്. പാർലമെന്റ് സ്തംഭിപ്പിക്കാനുള്ള പരിപാടിയാണ്. പെട്ടെന്ന് ശ്രീരാമനോടും അയോധ്യയോടും ഒക്കെ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല അങ്ങോട്ട്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ എല്ലാം മനസ്സിലൊരു പദമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പോലെ രാജകുമാരനായിട്ട് ജനിച്ച ആളൊന്നുമല്ല നരേന്ദ്രമോദി. എല്ലാ കളിയും കളിച്ച് ആണ് ഈ രാഷ്ട്രീയത്തിൽ ഇതുവരെയൊക്കെ വന്നത്. അല്ലെ, ഗുജറാത്ത് 13 വർഷം ഇവനെല്ലാം എത്രയോ കളികൾ നടത്തി, എന്നിട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ 12 വർഷമായി ഇവരെ എത്രയോ ഉടായ്പകൾ നടത്തുന്നു, അട്ടിമറിക്കാൻ ശ്രമിച്ചു. നരേന്ദ്രമോദി നല്ല തീയിൽ കുരുത്ത ആളാണ്. ഇവനെല്ലാം കളിക്കുന്ന പോലെ കോട്ടുവായിട്ട് കഴിഞ്ഞാൽ നരേന്ദ്രമോദി വാടാൻ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദി ഇവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് സമരം നടക്കട്ടെ. അതുകൊണ്ട് എന്ത് പറ്റി? പാർലമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അയോധ്യയും വേണ്ട, ശ്രീരാമനും വേണ്ട, ആർക്കും. എങ്ങനെയാണ് നരേന്ദ്രമോദി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്? അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ വിഷയത്തെ അവിടെ കൃത്യമായിട്ട് രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. SIT അന്വേഷണം നടത്തുന്ന എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ തലപ്പത്തിരുന്നവരെല്ലാം മാറി, എല്ലാ സംഭവം നടന്നു. പക്ഷേ ഈ ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഈ പുതിയ ശ്രീരാമ ഭക്തന്മാരുണ്ടല്ലോ, ഹിന്ദു വിരുദ്ധരായിട്ടുള്ള അവരുടെ അജണ്ട പാർലമെന്റിൽ നടക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി പതുക്കെ ഈ നീറ്റ് വിഷയം കത്തിച്ചു നിർത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ? അപ്പോ ഞാനൊരു കാര്യം പറയാം. ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ നടന്ന തട്ടിപ്പിനെതിരെയും നീറ്റ് സമരത്തിനെതിരെ എല്ലാം നിങ്ങൾക്ക് ജനാധിപത്യപരമായി സമരം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ മോദിയുടെ അച്ഛനെ അധിക്ഷേപിക്കുക, അമ്മയെ അധിക്ഷേപിക്കുക, കാശിന് വിലയില്ലാതെ ഇന്നലെ വരെ തെരുവിൽ കിടന്ന് അഴിഞ്ഞാടി നടന്ന ഓരോന്ന് വന്നിട്ട് മോദിയെ തെറി വിളിക്കും. ഇവരൊക്കെ ആരാണ് നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാനായിട്ട്? നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ അധിക്ഷേപിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ കാശിന് വിലയില്ലാത്ത ഓരോരുത്തരൊക്കെ വന്ന് നരേന്ദ്രമോദിയെ തെറി വിളിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അച്ഛനെയോ അമ്മയോ ഒരിക്കൽ പോലും പരാമർശിച്ചില്ല എന്റെ വീഡിയോയിൽ. അത് കാരണം അത് മാന്യന്മാർക്ക് ചേർന്ന പണിയല്ലെന്നേ. മാന്യതയില്ലാതെ ഈ പറഞ്ഞ പോലെ തെരുവിൽ അഴിഞ്ഞാടി നടന്നിരുന്നവർക്കൊക്കെ എന്ത് മാന്യത? അപ്പൊ അവരൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. സമരത്തിലും മിക്കവർക്കും നീറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അത്ര അരാജകവാദികളായ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആഭാസന്മാരുടെ അഴിഞ്ഞാട്ടമായത്. മഹാരാഷ്ട്രയിലെ ഒരു സ്ഥിരം കുറ്റവാളി, മോക്ക ചാർജ് ഒക്കെ ഉള്ളത് അയാൾക്കെതിരെ ഒരു ഹിസ്റ്ററി ഷീറ്ററാണ്, സ്ഥിരം കുറ്റവാളി ഹാജി അഫ്സൽ.
ആ അലവലാതിയെല്ലാം പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത അത്തരം ക്രിമിനലുകൾ വന്നിട്ടാണ് നീറ്റ് സമരം. അവനൊക്കെ ഈ നീറ്റ് സമരത്തിൽ എന്ത് കാര്യം? ജർമ്മൻ പൗരന്മാർ വന്നിരുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അതുപോലെ പള്ളിയിലെ അച്ഛന്മാർ, അവരുടെ പ്രശ്നം FCRA ആണ്. അപ്പൊ ഈ സമരത്തിൽ ഉണ്ടായിരുന്നതിൽ 20% കൂടുതൽ ജൻസി ഉണ്ടായിരുന്നില്ല. എല്ലാം കുഴിയിലേക്ക് കാല് നട്ടിയിരിക്കുന്ന കുറെ മോദി വിരുദ്ധരും ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും ഈ രാജ്യത്തിന്റെ സംസ്കാരം അട്ടിമറിക്കാൻ നടക്കുന്ന കുറെ അലവലാദികളായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നത്, നമുക്കറിയാവുന്ന. പിന്നെ ഈ സമരക്കാരിൽ കണ്ട ഒരു പൊതുവായ ഒരു ട്രെൻഡ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യവിരുദ്ധത, ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിന് എതിരാവുക, ഹിന്ദു വിരുദ്ധത. ഭാരതം നമ്മുടെ മാതാവാണെങ്കിൽ തന്ത ആരാണെന്ന് ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദി ബുദ്ധിജീവികളുടെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടു കാണുമല്ലോ. പിന്നെ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ തെറി വിളിക്കുക, എത്രയോ സംഭവങ്ങളാണ്. ഇപ്പുറത്ത് അള്ളാഹു അക്ബർ, അള്ളാഹുവിനെ വെറുതെ പൊക്കിയടിച്ചുകൊണ്ടിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ ഫണ്ട് വാങ്ങി, രാജ്യവിരുദ്ധരുടെ ഫണ്ട് വാങ്ങി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഇനി അത് അടുത്ത വർഷം പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഞാനാണ് നിലയ്ക്ക് നിർത്തിയതെന്ന് പറഞ്ഞ് പഞ്ചാബില് തിരഞ്ഞെടുപ്പില് ഇലക്ഷനിൽ നേട്ടമുണ്ടാക്കാനുള്ള കേജ്രിവാളിന്റെ തന്ത്രമായിരുന്നു ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ കേജ്രിവാൾ പറയുന്നത് ഞാനാണ് നരേന്ദ്രമോദിയെ മുട്ടുമടക്കിച്ചത്, നരേന്ദ്രമോദിയെ തോൽപ്പിച്ചത്, സമരം പിൻവലിപ്പിച്ചത് എന്നൊക്കെയാണ്. പക്ഷെ നരേന്ദ്രമോദി സമരം പിൻവലിക്കാനുള്ള കാരണം കേജ്രിവാളിന്റെ തന്നെ ഫണ്ടേഴ്സ് ആയിട്ടുള്ള, കേജ്രിവാളിന്റെ തന്നെ സ്വന്തം ആളുകളായിട്ടുള്ള ഖാലിസ്ഥാനി തീവ്രവാദികള് ഓഗസ്റ്റ് 15 ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനുള്ള വിവരം നരേന്ദ്രമോദി അറിഞ്ഞു. അതുവരെ സമരം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നുള്ള തീരുമാനം കൊണ്ട് തന്നെയാണ്. സ്വന്തം അഭിമാനം പോട്ടെ, എനിക്ക് നാണക്കേട് ഒരല്പം എന്റെ ഇമേജ് ഒന്ന് താഴ്ന്നാലും വേണ്ടില്ല, അങ്ങനെയൊന്നും താഴാൻ പോകുന്നില്ല, എങ്കിലും താഴ്ന്നാലും വേണ്ടില്ല, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയാണ് പ്രധാനം എന്നുള്ള യഥാർത്ഥ ദേശസ്നേഹമുള്ള നിലപാടാണ് നരേന്ദ്രമോദി എടുത്തത്. അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അധികം ഇപ്പൊ തന്നെ കുറച്ച് ദൈർഘ്യമായി ഇതില്. ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇന്ത്യയുടെ പാർലമെന്റ് തകർക്കും എന്നുള്ള ഭീഷണി, അതുപോലെ നേപ്പാൾ ആവർത്തിക്കും എന്നുള്ള ഭീഷണി, ഇവന്റെ ചത്തുപോയ ഉപ്പാപ്പ വന്നു കഴിഞ്ഞാലും നേപ്പാൾ ആവർത്തിക്കാൻ ഇന്ത്യയിൽ സാധിക്കില്ല. മനസ്സിലായല്ലോ. നരേന്ദ്രമോദിയെ പോലെ ക്ഷമയും മനസാന്നിധ്യവും ജനാധിപത്യ ബോധവും രാജ്യസ്നേഹവും ഉള്ള ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇവനൊക്കെ കൊള്ളാം. ആ മനുഷ്യനെ ഇവരെല്ലാം വളഞ്ഞിട്ട് കഴിഞ്ഞ 12 വർഷം എന്തൊക്കെ ചീത്ത വിളിച്ചു, ഒരക്ഷരം അങ്ങേരും മറുത്ത് ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടോ? സ്വന്തം കർത്തവ്യം എന്താണോ അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. യഥാർത്ഥ ഗാന്ധിയന്മാരി ഖദറിട്ട് രാജ്യം കട്ടുമുടിപ്പിക്കുന്ന ജിഹാദികൾക്ക് ഒത്താശ ചെയ്ത് നടക്കുന്ന കോൺഗ്രസ്സുകാരല്ല നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പോ നരേന്ദ്രമോദി ഫാഷിസ്റ്റ് ആണെന്ന് വിളിച്ച് പറയുന്നവർ സമ്മതിക്കണം കേട്ടോ. നരേന്ദ്രമോദി ഫാഷിസ്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. സാധാരണ ഫാഷിസ്റ്റുകൾ പെരുമാറുന്ന പോലെയാണ് നരേന്ദ്രമോദി ഈ കോക്രോച്ചുകളോട് പെരുമാറിയത്. മോദിയെ ഫാഷിസ്റ്റ് ആക്കുന്ന ഈ ഡബിൾ റഹീമും അതുപോലെ മുറി ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടല്ലോ, നമ്മുടെ ജോൺ ബ്രിട്ടാസും ഒക്കെ. ഇതുപോലെയുള്ള അന്തം കമ്മികളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു സംഭവമുണ്ട്. 1989 ചൈനയിൽ ടിയാനൻമെൻ സ്ക്വയറിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത അന്നത്തെ ജെൻസി അവരെ വെടിവെച്ച് കൊന്ന് സമരം അവസാനിപ്പിച്ച ചരിത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് നരേന്ദ്രമോദിയുടെ പോലീസ് വന്നിട്ട് ലാഠി കൊണ്ട് ഇവരെ അടിച്ചെന്ന് പറഞ്ഞിട്ട് ജനാധിപത്യം പഠിപ്പിക്കാൻ വരുന്നത്. ഇവർക്കൊക്കെ നാണമുണ്ടോ? ഒരു കാര്യം മാത്രം ഞാൻ പറയാം, നരേന്ദ്രമോദിയോളം ജനാധിപത്യവാദിയായ ഒരു ഭരണാധികാരി ഇല്ല. അത് മനസ്സിലാക്കിയോ? ഈ മോദിയുടെ സ്ഥാനത്ത് വല്ല യോഗി ആദിത്യനാഥോ ഹിമന്ത് ബിശ്വ ശർമ്മയോ അല്ലെങ്കിൽ സുവേന്ദു അധികാരിയോ ഒക്കെ ആയിരുന്നെങ്കിലല്ലോ സമരത്തിന്റെ അവസാനം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല മക്കളെ. ഇപ്പൊ മോദിയെ മുട്ടുകുത്തിച്ചതിന്റെ പേരിൽ പടക്കം പൊട്ടിക്കുന്ന കുറെ അലവലാദികളെ സോഷ്യൽ മീഡിയ കാണാമല്ലോ. അവനൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി യോഗിയോ ഹിമന്ത് ബിശ്വ ശർമ്മയോ അല്ലെങ്കിൽ സുവേന്ദു അധികാരിയോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ ഇതൊന്നും ഒന്നിന്റെയും അവസാനമല്ല, തുടക്കം മാത്രമാണ്. നിങ്ങൾ നോക്കിയോ, രാജ്യസ്നേഹികൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, രാജ്യസ്നേഹികൾക്ക് ശ്രീ നരേന്ദ്രമോദിയെ കണ്ണുമടച്ച് വിശ്വസിക്കാം. കാരണം ഒരു ചില്ലറക്കാരനല്ലെന്നേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗുജറാത്തിൽ 13 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആള്, അവിടുത്തെ ജിഹാദികളുടെ നട്ടല്ലൊടിച്ച് കോല് കളിച്ച ആള്, കോലല്ല ഗുജറാത്തല്ല ഗർഭ, അവിടുത്തെ ജിഹാദികളുടെ നട്ടല്ലൊടിച്ച് ഗർഭ കളിച്ച ആളാണ് നമ്മുടെ നരേന്ദ്രമോദി. ഒരു പൂ പൊട്ടിക്കുന്ന ലാഘവത്തോടെയാണ് കാശ്മീരിലുള്ള പാകിസ്ഥാൻ പക്ഷക്കാരെ മൂപ്പര് നിലയ്ക്ക് നിർത്തി. അല്ലെ, ആടുകൾ 370 എടുത്തു കളയുക എന്നുള്ള കാര്യം മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഇവിടുത്തെ ഇതുവരെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഈ മതേതരന്മാർക്ക്. അല്ലെ, എത്ര നിസ്സാരമായിട്ട് ആടുകൾ 370 എടുത്ത് ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞത്. ഇത് തീർന്നില്ല. ഭാരതത്തിന്റെ അന്നം വാങ്ങി തിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി വിടുപണി ചെയ്ത കശ്മീരിലെ പഞ്ചപാവൻ ചമഞ്ഞ് നടക്കുന്ന കുറെ മതേതര ജിഹാദികളുണ്ടായിരുന്നു കശ്മീരിൽ. അവന്റെയൊക്കെ അഡ്രസ് ഉണ്ടോ ഇപ്പൊ? പണ്ട് എന്തായിരുന്നു? ഇന്ത്യയുടെ പട്ടാളക്കാർക്കെതിരെ കല്ലെറിയുക. എന്തിന്?
അവന്റെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട്. ചോറ് ഇന്ത്യയിലാണെങ്കിൽ ഇവന്റെയൊക്കെ നേതാവ് സിയാഉൽ ഹക്ക് ആയിരുന്നു 80കളിൽ. അങ്ങനെയാണ് പണ്ഡിറ്റുകളുടെ പലായനമൊക്കെ ഉണ്ടായത്. ആ പണ്ഡിറ്റുകളുടെ പലായനത്തെ പറ്റി പറഞ്ഞതിനാണ് മതേതര വേഷം കെട്ടി നടക്കുന്ന ഒരു മുൻ MLA വന്ന് എന്നെ ചീത്ത വിളിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചതാണല്ലോ. അപ്പോ അങ്ങനെയുള്ള കാശ്മീരിലെ ജിഹാദികളെ വരച്ച വരെ നിർത്തിയ ആളാണ് നരേന്ദ്രമോദി എങ്കിൽ ഈ അൽപായുസുകളായ ഈ പാറ്റുകൾ അദ്ദേഹത്തിന് വെറും ചീള് കേസാണ്. രാജ്യമാണ് പ്രധാനം എന്ന് കരുതുന്നവർക്ക് എന്റെ വാക്കിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നരേന്ദ്രമോദിയെ കണ്ണുടച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒന്നും കാണാതെ കാർന്നവർ കുളത്തിൽ ചാടില്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളൂ. ഇനി അവസാനമായിട്ട് ഒരു വാക്കുകൂടി ഞാൻ പറയുന്നു. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിന് ഇപ്പോ താഴേക്ക് പോകുന്ന ആ ആൽഗോരിതത്തിന്റെ ഡയറക്ഷൻ മുകളിലേക്ക് ആക്കാൻ സാധിക്കൂ, അതിന് റീച്ച് കൂടുകയുള്ളൂ. നമ്മുടെ ചാനലിന് റീച്ച് കിട്ടിയിട്ട് വേണം ഇതുവരെ മതേതര മുഖം മൂടിയിട്ട് ഇന്ത്യയിലെ ഇസ്ലാമോ ലെഫ്റ്റ് കുതന്ത്രക്കാർ അഴിഞ്ഞാടി നടന്നിരുന്നല്ലോ. ഇവിടുത്തെ എല്ലാ സുഡാപ്പി ജിഹാദി ആക്ടിവിറ്റീസിനും ചൂട്ട് പിടിച്ചു കൊടുത്തിരുന്ന ഇന്ത്യയിലെ മതേതരന്മാരുടെ ഈ ഇസ്ലാമോ ലെഫ്റ്റ് മതേതരന്മാരുടെ തനി സ്വരൂപം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കാനായിട്ട് നമുക്ക് ഒരല്പം റീച്ച് കിട്ടിയിട്ട് വേണം. അതുവരെ തൽക്കാലം കാത്തിരിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നത് രാജ്യദ്രോഹികളോടും സുഡാപ്പികളോടും ജിഹാദികളോടും അല്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ്. ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ജയ് ഹിന്ദ്. അപ്പൊ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കഴിഞ്ഞ